എന്താണ് ചോദ്യം? നിന്റെ മുഖത്തുള്ള ലജ്ജ എന്തിൻ്റെ ലജ്ജയാണ്? ചോദ്യത്തിൻ്റെ പശ്ചാത്തലം ഇന്നത്തെ ഒന്നാം വായനയിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞങ്ങളുടെ മുഖത്ത് ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ചെയ്ത പാപത്തിൻ്റെ ലജ്ജയാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട്. ദാനിയേലിൻ്റെ മുഖത്തുള്ളത് ഏത് ലജ്ജയാണ്? പാപത്തിൻ്റെ ലജ്ജയാണ്. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളുമൊക്കെ ചെയ്തു പോയ പാപത്തിൻ്റെ ലജ്ജയാണ്. ബാബിലോൺ അടിമത്വത്തിൽ കഴിയേണ്ടി വരുന്നത്. അടിമത്വം ഒരു ലജ്ജാകരമായ വിഷയമാണ്. അപ്പോൾ ആ അടിമത്വത്തിൽ കഴിയേണ്ടി വരുന്നത് ഈ പാപം മൂലമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മുഖത്തുള്ളത്, ഞങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഈ ബന്ധനത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്നത് പാപത്തിൻ്റെ ലജ്ജയാണ്. ഞങ്ങളുടെ മുഖത്ത് പാപത്തിൻ്റെ ലജ്ജയുണ്ട് എന്ന് ദാനിയേൽ പ്രവാചകൻ പറയുകയാണ്. ഭാഗ്യം, നമ്മുടെ മുഖത്ത് എന്തില്ല? പാപത്തിൻ്റെ ലജ്ജയില്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? നമ്മൾ ചെയ്ത പാപത്തിന് നമ്മൾ അടിമത്വം അനുഭവിക്കേണ്ടി വരുന്നില്ല. നമ്മൾ ചെയ്ത പാപത്തിന് ഈശോ പീഡനമേൽക്കേണ്ടി വന്നു, ഈശോ ലജ്ജിതനാക്കേണ്ടി വന്നു, ഈശോ നഗ്നനാക്കപ്പെട്ടു, ഈശോ നിന്ദിക്കപ്പെട്ടു, ഈശോ പരിഹസിക്കപ്പെട്ടു, ഈശോ മുറിവേൽപ്പിക്കപ്പെട്ടു, ഈശോ ഒരു തെരുവിലൂടെ വലിച്ചിഴയ്ക്കപ്പെട്ടു, ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ടു, അവിടെ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ പാപത്തിൻ്റെ ലജ്ജ മുഴുവൻ ഈശോ വഹിക്കുകയാണ്. നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. എന്നിട്ട് ഈശോ പറയുകയാണ്, ഞാൻ കരുണയുള്ളവനായിരിക്കുന്നത് പോലെ, എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തരുത്. ഞാൻ ആരെയും വിധിക്കുന്നില്ല, നിങ്ങളും ആരെയും വിധിക്കരുത്. ഞാൻ എല്ലാവരോടും അവസാന ശ്വാസം വരെ ക്ഷമിക്കുന്നു, നിങ്ങളും എല്ലാവരോടും ക്ഷമിക്കുക. ഞാൻ എല്ലാവർക്കും നിറച്ചളന്ന് കുത്തി അമർത്തി മടിയിലിട്ട് കൊടുക്കുന്നു, നിങ്ങളും മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കുക. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഈശോ നമ്മുടെ പാപത്തിൻ്റെ ലജ്ജ ഏറ്റെടുക്കുകയും പരിഹാരം ചെയ്യുകയും ചെയ്തു. ഇനി നമ്മുടെ റോളാണ്, നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, അവരെ വിരൽ ചൂണ്ടി കുറ്റപ്പെടുത്തുകയും വിധിക്കുകയും ചെയ്യുന്നതിന് പകരം എന്താണ് ചെയ്യാനുള്ളത്? നമ്മൾ കുരിശിൻ്റെ വഴി നടത്തുന്നത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി മാത്രമല്ല. നമ്മൾ മുട്ടയിൽ വലിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി മാത്രമല്ല. നമ്മൾ കുരിശുമായിട്ടൊക്കെ മല കയറാനൊക്കെ പോകുന്നത്, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നത്, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്, നൊയമ്പെടുക്കുന്നത് എല്ലാം നമുക്ക് വേണ്ടി മാത്രമാണോ? അല്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്, മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്, സഹോദരങ്ങൾക്ക് വേണ്ടി, ജീവിത പങ്കാളികളുണ്ട്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ നമ്മൾ ത്യാഗമെടുത്ത് അവരിനി കുറ്റം വിധിക്കപ്പെടരുത്, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ മക്കളുടെ മേൽ അവരുടെ പാപത്തിൻ്റെ ആ ലജ്ജ വന്ന് വീഴരുത്, അതിന് പരിഹാരമായി ഞാൻ പ്രായശ്ചിത്തം ചെയ്യുകയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈ സഭ മുഴുവൻ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനും വേണ്ടി സഭ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കരുണയുടെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഈശോയുടെ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും, ഈശോയെ അറിയാത്തവരുണ്ട്, ഈശോയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരുണ്ട്, ഈശോയെ സ്നേഹിക്കാത്തവരുണ്ട്, നിന്ദിക്കുന്നവരുണ്ട്, എല്ലാവരുടെയും മേൽ കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, വളരെ പ്രത്യേകമായ ദിവസങ്ങളിൽ നമുക്ക് ഗൾഫ് മേഖലയ്ക്ക് വേണ്ടി, മിഡിൽ ഈസ്റ്റ് മേഖലയ്ക്കൊക്കെ വേണ്ടി, ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കാം. വളരെ ശക്തമായ ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അനേകം കുഞ്ഞുമക്കളടക്കം, വിദ്യാർത്ഥികളടക്കം ഒക്കെ കൊല്ലപ്പെടുകയും
ഒക്കെ ചെയ്യുന്ന വലിയ സങ്കടകരമായ ഒരു കാഴ്ചയിലൂടെയാണ്, ഒരു ദിവസങ്ങളിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വേഗത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധം മൂലം കഷ്ടത അനുഭവിക്കുന്ന എല്ലാവരെയും നമുക്ക് പ്രത്യേകം ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് വന്നു പോകുന്ന വീഴ്ചകൾ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വന്നു പോകുന്ന വീഴ്ചകൾ, പാപം മൂലം ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുമൊക്കെ ലജ്ജിതരാണ്. കർത്താവേ, ഈശോയെ, അങ്ങയുടെ കുരിശുമരണത്താൽ അങ്ങ് ഞങ്ങളെ മറച്ചു പിടിക്കുകയും ഞങ്ങളുടെ ലജ്ജയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യുന്നതിന് നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമ്മുടെ ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ വന്നുപോയ എല്ലാ അപരാധങ്ങളെയും ഓർത്ത് അനുദപിച്ചുകൊണ്ട് യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.